പറഞ്ഞയച്ചവനാണ് എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ആരാരുമില്ലാത്ത ഈ സമയത്ത് ഒരു മിന്നാമിന്നിന്റെ നുറുങ്ങുവട്ടം പോലെ കടന്നു വന്ന അങ്ങയെ ഞങ്ങൾ മറക്കില്ല. അതുകൊണ്ട് താങ്കളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ആ പാണക്കാട്ടെ തങ്ങളെയും ആ വോട്ട് ചെയ്തയച്ച ജനങ്ങളെയും കാണുമ്പോൾ ഞങ്ങളുടെ ഒരു അസ്സലാമു അലൈക്കും പറയണേ എന്ന് ഗുജറാത്തിലെ കോയമ്പത്തൂരിലെ ജനങ്ങൾ പറഞ്ഞു എങ്കിൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മതി. അഹമ്മദ് സാഹിബ് എന്തൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹജ്ജാജികൾക്ക് ഗുണകരമായ എന്തെല്ലാം കാര്യം ചെയ്തു? കരിപ്പൂരിൽ നിന്ന് ഒറ്റയടിക്ക് നേരിട്ട് പോവാണ്. ഇപ്പൊ DK ഹംസദ ഒരു പ്രസ്താവന ഇറക്കി ഈ പെരുന്നാളിന്. എന്താ പറഞ്ഞത് മൂപ്പര്? ഈ അഹമ്മദ് അവിഹിതമായി ഹജ്ജിന് കൊണ്ടുപോകുന്നു. ഈ അഹമ്മദ് അറക്കാനല്ലല്ലോ കൊണ്ടുപോയത്, ഹജ്ജിനാണല്ലോ. ഹജ്ജിന് തന്നെയല്ല കൊണ്ടുപോകേണ്ടത്. ഈ അഹമ്മദ് സാഹിബ് അതിലൊരു നല്ല മറുപടിയും പറഞ്ഞു. എന്താ അഹമ്മദ് സാഹിബ് പറഞ്ഞത്? അഹമ്മദ് സാഹിബ് പറഞ്ഞത് BJPയുടെ MP-മാരടക്കം ഹജ്ജിന് പോകാനുള്ള ആൾക്കാർക്ക് ശുപാർശക്കത്ത് കൊടുത്തിന്ന്. പഠിച്ചോന്റെ തൗഫീഖ് ഉണ്ടായിട്ട് ഹംസക്ക് അല്ലാഹ് ബുദ്ധി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കത്ത് മാത്രം എൻ്റെ അടുത്തില്ല. ബാക്കി പല MP-മാരും മുൻ MP-മാരും പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന് പോകല്ലേ എന്ന് വിചാരിച്ചിട്ട് അയച്ചത്. അറിയാ നിങ്ങള്? ഹംസാക്ക അയിമലും കയറി പിടിക്കുകയാണ്. ഈ അഹമ്മദ് അവിഹിതമായി ഹജ്ജിന് കൊണ്ടുപോകുന്നു. ഹംസാക്കാക്ക് എന്താ ഹജ്ജ? പണ്ടെങ്ങോ ഹജ്ജിന് പോകാൻ വേണ്ടി ചോദിച്ചപ്പോൾ മിനായിൽ ഭയങ്കര കല്ലേറാ, ഞാൻ വരണമല്ലോ പോകണുള്ളൂ എന്ന് പറഞ്ഞ ആളല്ലേ മൂപ്പര്. സീതി ഹാജി മരിക്കുന്നതിന് മുമ്പ് തമാശയായിട്ട് പറയാറുണ്ട്, ഏതൊരു സമയത്ത് ഹംസാക്ക മക്കത്ത് എത്തിയിട്ട് അവിടെ ജംറത്തുൽ അഖബന്റെ അവിടെ പോയിട്ട് ശൈത്താൻ അങ്ങനെ എറിയായിരുന്നത്രേ. സീതി ഹാജി തമാശയായിട്ട് അന്ന് പ്രസംഗിച്ചതാണ്. ഈ ഹംസാക്ക് ഇങ്ങനെ എറിയുന്ന സമയത്ത് ശൈത്താൻ ചോദിച്ചത്രേ, ഹംസ നമ്മളൊക്കെ ഒരു കമ്പനിയല്ല, നമ്മൾ തമ്മിൽ ഇത് വേണോ എന്ന് ചോദിച്ചത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ആലോചിക്കണം നിങ്ങൾ. ഈ അഹമ്മദ് സാഹിബിന് എന്തിലൊക്കെ പെടുത്താനാ ശ്രമിക്കുന്നത്? എന്താ പറഞ്ഞത് അച്യുതാനന്ദൻ? ഈ അഹമ്മദിന്റെ ഈ മന്ത്രിസ്ഥാനം കൊണ്ട് മാഫിയ വളരുന്നു. എവിടെ? എയർപോർട്ടിൽ. ആലോചിക്കണം നിങ്ങൾ. നമ്മളെ നാട് നന്നാവാൻ പാടില്ലേ? നമ്മളെ പ്രദേശത്തെ കുട്ടികൾ റാങ്ക് വാങ്ങാൻ പാടില്ലേ? നമ്മളെ കുട്ടികൾക്ക് പഠിച്ചു വളരാൻ പാടില്ലേ? ഇത് ആരാ പറയുന്നത്? BJPയുടെ നേതാക്കളല്ല, ജാതിയില്ലാതെ മതമില്ലാതെ എല്ലാവരും ഒന്നായി കാണുന്നു എന്ന് പെരുമ്പറയടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അഹമ്മദ് സാഹിബ് മന്ത്രിയായ ശേഷം എമിഗ്രേഷൻ ക്ലിയറൻസിൽ നിന്ന് +2 വരെ പഠിച്ചവരെ ഒഴിവാക്കി, SSLC വരെയുള്ളവരെ ഒഴിവാക്കി, 60 വയസ്സുള്ള ആളുകളെ ഒഴിവാക്കി, മാതാപിതാക്കളുടെ കൂടെ പോകുന്ന പ്രായപൂർത്തിയാകാത്ത മക്കളെയും ഒഴിവാക്കി. ഇപ്പൊ നിങ്ങൾ കണ്ട ഒരു കാലത്ത് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ പാസ്പോർട്ടിന് അപേക്ഷ നൽകിയപ്പോ നിങ്ങൾക്ക് പാസ്പോർട്ടോ എന്ന് ചോദിച്ച് എന്റെ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളെ മടക്കി അയച്ചൊരു കാലുണ്ടായിരുന്നു അത്രേ. പഴമക്കാർക്കറിയാം. പക്ഷേ ആ ബാഫഖി തങ്ങൾക്ക് അന്ന് പാസ്പോർട്ട് കൊടുക്കാതെ തിരിച്ചു പറഞ്ഞയച്ചുവെങ്കിൽ ഇന്ന് ആ ബാഫഖി തങ്ങളുടെ അനുയായിയായ ഈ അഹമ്മദിന് മലപ്പുറത്തിന്റെ കുന്നുമ്മൽ പാസ്പോർട്ടിന്റെ ഓഫീസ് തുടങ്ങാനുള്ള അധികാരം അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയിരിക്കുന്നു. മലപ്പുറത്ത് പാസ്പോർട്ട് ഓഫീസ് വന്നു. അതിലും ഹംസാക്ക അവിടെ ഉണ്ടാക്കി. ഹംസാക്ക എന്താ പറഞ്ഞെന്നറിയോ? ഹംസാക്ക പറഞ്ഞത് അത് ലീഗിന്റെ മേളയാക്കിയത്. MP ആരാ? ഒന്ന് ഹംസാക്കയാണ് മലപ്പുറത്ത്, ഇപ്പുറത്ത് ഈ അഹമ്മദ് സാഹിബ് മന്ത്രിയുണ്ട്, MLA അഡ്വക്കേറ്റ് ഉമ്മറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിമ്പ്ര മുഹമ്മദ് മാഷ്, വാർഡിന്റെ ബ്ലോക്കിന്റെ ഇതിന്റെ മെമ്പർമാർ നേർന്നപ്പോൾ ഒക്കെ ലീഗായി പോയി. പക്ഷെ ഹംസാക്ക മാത്രത്തിലൊരു മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു. മൂപ്പര് ഇൻസൈഡും ചെയ്തിട്ട് ഇങ്ങനെ നോക്കിക്കുണ്ട്. കിങ്ങിൽ മമ്മൂട്ടിക്കണായി വേറൊരാളെ കിട്ടാനില്ലല്ലോ, ഈ ഒരു സാധനമല്ലേ ഉള്ളൂ. ഇത് മൂപ്പരാ ചോദിച്ചത്. ഇത് ലീഗ് മേളയാക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ അഹമ്മദ് ഉള്ള കാലം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടി. വിദേശ രാഷ്ട്രങ്ങളിൽ വരെ, ഐക്യരാഷ്ട്രസഭയിൽ വരെ ഒരു കാലത്ത് പാകിസ്ഥാൻ ചാരൻ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ നേതാവിനെ ഇപ്പൊ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് പറഞ്ഞേക്കുക. അറിയോ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ മോശമാക്കി പറയാ എന്താ അഹമ്മദിനെ കൊണ്ട് എന്താക്കാനാണ്? അറിയോ നിങ്ങൾ? കഴിഞ്ഞ ഇഫ്താർ പരിപാടിക്ക് നോമ്പ് തുറക്ക് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് അഹമ്മദ് സാഹിബിനെ നോമ്പ് തുറക്കാൻ വിളിച്ചു. അഹമ്മദ് സാഹിബ് തന്റെ മകളുമായിട്ടാ പോയത്, ഡോക്ടർ ഫൗസിയ ഷെർഷാദ്. അവര് പോയിരുന്നു, അവിടെ ഇരിക്കുകയാണ്. അഹമ്മദ് സാഹിബ് ഇപ്പുറത്തിരിക്കുന്നുണ്ട്, കുറെ MP-മാർ MLA-മാരുണ്ട്. ആരെ വീട്ടിലാ നോമ്പ് തുറന്നറിയ? കമ്മ്യൂണിസ്റ്റുകാരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീട്ടിലാ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ആ പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോ ഈ അഹമ്മദ് സാഹിബിന്റെ മോളെ നോക്കിയിട്ട് മൻമോഹൻ സിംഗ് ചോദിച്ചു അത്രേ, ഹു ഈസ് ദാറ്റ്? അതാരാ? എടുത്തിരിക്കുന്ന ഒരു MP പറഞ്ഞു കൊടുത്തത് ഈ അഹമ്മദിന്റെ മകളാണ്.
ഉടനെ ഈ അഹമ്മദ് സാഹിബിന്റെ മോളെ നോക്കിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താന്ന് പറഞ്ഞതെന്നറിയോ? എല്ലാ ലീഗല്ലാത്തവരും കേട്ടോളൂ. എന്താ പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഐ ആം പ്രൗഡ് ഓഫ് യുവർ ഫാദേഴ്സ് എബിലിറ്റി. മോളെ, ഞാൻ നിന്റെ പിതാവിന്റെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നു, അഭിമാനം കൊള്ളുന്നു. മാർക്കിസ്റ്റേരാ, ഞങ്ങളെ കായ് മുതലായില്ലടോ. ഇത് പിരിച്ചുവിട്ടാൽ എന്താ? ഇത് പിരിച്ചുവിട്ടാൽ എന്താ? ഈ അഹമ്മദ് സാഹിബിന്റെ മോളെ നോക്കിയിട്ടാ പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല. ഐ ആം പ്രൗഡ് ഓഫ് യുവർ ഫാദേഴ്സ് എബിലിറ്റി. മോളെ, ഞാൻ നിന്റെ പിതാവിന്റെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നു. മനോഹരായില്ലേ? എന്നാ നമ്മളെ ടി കെ ഹംസാക്കാന്റെ കുട്ടികൾ ആ നോമ്പ് തുറക്ക് വരാതിരുന്നത് നന്നായി എന്നൊരു അഭിപ്രായമുണ്ട്. അഥവാ കുട്ടികൾ വന്നാൽ ആ കുട്ടികളെ മുഖത്ത് നോക്കിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയും, ഐ ആം ഒമിറ്റിംഗ് തിങ്കിങ് അബൌട്ട് യുവേഴ്സ് ഫാദർ. മക്കളെ, നിങ്ങളെ ബാപ്പാന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഓക്കാനം വരുന്നു എന്നല്ലേ പറയാ? അതാ ഞങ്ങൾ അഹമ്മദ് സാഹിബും ഇവരും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് MP മാരുണ്ട്. എന്താ കാര്യം? ഒരു